പക്ഷെ ഇന്ന് എനിക്ക് ഇവിടെ നിന്ന് സംസാരിക്കുമ്പം ഭയങ്കര കോൺഫിഡൻസ് ഉണ്ട്. എന്നെ കൊണ്ട് പറ്റും എന്നുള്ള ഒരു ധൈര്യമായി എനിക്ക്. എന്റെ മനസ്സിലെ ഹിപ്നോസിസ് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം എന്റെ മനസ്സിലുണ്ടായിരുന്ന ഉള്ളടക്ക സിനിമയെല്ലാം മോഹൻലാല് കുഞ്ചനെ നോക്കുമ്പോ എല്ലാം പറഞ്ഞു കൊടുക്കുന്നതും അതേ കണക്ക് കൊച്ചിൻ ഹനീഫ, നമ്മുടെ കൽപ്പന ചേച്ചി, പിന്നെ സ്റ്റേജുകളിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കുന്നു, അവരുടെ മനസ്സിലുള്ളത് ചോദിച്ചെടുക്കുന്നു. ഹിപ്നോസിസിന് ഇങ്ങനെ അനന്തമായ വേറൊരു സാധ്യത ഉണ്ടെന്ന് ഇവിടെ വന്നതിന് ശേഷമാണ്. സാർ ഒരു ഹീലിംഗ് പ്രോസസ്സിൽ കൊണ്ടുപോയി. എനിക്കത് ശക്തമായിട്ട് ഫീൽ ചെയ്തു. എനിക്കത് ഓപ്പണായിട്ട് സോഷ്യൽ സർക്കംസ്റ്റൻസ് പറയാൻ പറ്റില്ല. ഒരു ഫിയേഴ്സ് പേഴ്സണാലിറ്റി ആയിട്ട് ഇന്ന് ഞാൻ എൻകൗണ്ടർ ചെയ്യണമായിരുന്നു. അത് സാർ അന്ന് അത് എടുത്തു കളഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ ആ വ്യക്തിയെ കാണുമ്പോൾ എനിക്ക് വളരെ കൂളായിട്ട് അനുഭവപ്പെടുന്നു. നമ്മൾ പേഴ്സണലി എന്ത് ആഗ്രഹിക്കുന്നുവോ അത് നമ്മളിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ്. അത് ശരിക്കും സത്യമാകുന്ന രീതിയിലുള്ള കാര്യമാണ് എന്റെ ലൈഫിൽ ഈ ഒരു 21 ദിവസം കൊണ്ട് നടന്നത്. ഇതൊരു ദൈവാനുഗ്രഹമുള്ള ഒരു കോഴ്സ് തന്നെയാണ്. എന്താ എന്ന് വെച്ചാൽ നമ്മുടെ ഷോണിമാമിന്റെയും അമ്പിളിമാമിന്റെയും ഒക്കെ ആ ട്രാൻസ്ഫോർമേഷൻ കേട്ടിട്ട് എന്റെ കണ്ണ് നിറഞ്ഞുപോയി. അന്ന് സ്റ്റോക്ക് മാർക്കറ്റ് പോലെ ഇടിഞ്ഞ് പോയതാണ് എന്റെ കോൺഫിഡൻസ് ലെവല്. അത് കഴിഞ്ഞ പിന്നെ മൊത്തം ഡള്ളായി പോയി. ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി ഞാൻ മാറിക്കഴിഞ്ഞു. ഇന്ന് എനിക്ക് ഐ ആം വെരി കോൺഫിഡൻറ്റ്. എനിക്കൊരു സ്ഥലത്ത് കയറി പോകുമ്പോൾ ഐ ഹാവ് എ വാല്യൂ. എനിക്ക് ഞാൻ എന്നുള്ളൊരു ഐഡന്റിറ്റി തന്നിട്ടുണ്ട്. ദെൻ എൻ്റെ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ പറ്റി. ചില സമയത്ത് പഠിക്കുന്ന സമയത്ത് എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. ആ പോസിറ്റിവിറ്റി നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും സൗണ്ടിലൂടെ. പ്രധാനമായിട്ട് ആ സെൽഫ് കോൺഫിഡൻസ് എന്നുള്ളത് വളരെയധികം ഇമ്പ്രൂവ് ചെയ്തു. നമ്മുടേതായിട്ടുള്ള ഒരു സ്ഥലം അല്ലെങ്കിൽ നമ്മളെ സഹായിക്കാൻ ഉള്ള ആളുകളുള്ള ഒരു സ്ഥലം. ഞാൻ 2.5 വർഷം മുന്നെയാണ് ഇത്ര ഒരു ഗ്രൂപ്പിനെ അഭിസംബോധന ചെയ്യുന്നത്. കാരണം അന്ന് കോളേജിൽ എനിക്ക് തോന്നുന്നു ഇംഗ്ലീഷ് പോയതിന്റെ ഒരു സമ്മറി പറയാൻ വേണ്ടിയാണ്. അന്ന് സ്റ്റോക്ക് മാർക്കറ്റ് പോലെ ഇടിഞ്ഞ് പോയതാണ് എന്റെ കോൺഫിഡൻസ് ലെവല്. അത് കഴിഞ്ഞ പിന്നെ മൊത്തം ഡള്ളായി പോയി. അപ്പൊ എനിക്ക് ആദ്യം തന്നെ ഒരു ബിഗ് താങ്ക്സ് പറയാനുള്ള അനീസ് സാറിനോടാണ്. കാരണം ഇങ്ങനെ ഒരു ഹഗ് എന്നൊരു പ്ലാറ്റ്ഫോം ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഒന്ന് പ്രിപ്പയർ ചെയ്ത് തന്ന് എല്ലാവരെയും ഒന്ന് പ്രിപ്പയർ ആക്കി അവരുടെ ഡ്രീംസിനെ അച്ചീവ് ചെയ്യാനും അല്ലെങ്കിൽ അവരുടെ ആ യൂണിക്നെസ് ഫൈൻഡ് ചെയ്ത് ഒരു ഗ്രോത്ത് ഉണ്ടാക്കാനും വേണ്ടി ഒരു പ്ലാറ്റ്ഫോം തന്ന സാറിനാണ് ആദ്യം തന്നെ നന്ദി. പിന്നെ രണ്ടാമത് പറയുകയാണെങ്കിൽ മുനീർ സാറിനാണ്. ഇത്രയും ഒരു അധ്യാപകന്റെ ഒരു എല്ലാ ഇതിലും നമ്മുടെ എല്ലാ അച്ചീവ്മെന്റ്സിലും എല്ലാം ഒപ്പം നിൽക്കുകയും എല്ലാത്തിനും ഒപ്പം കൂട്ടാക്കി എല്ലാ ഡൗട്ട്സുകളും ക്ലിയർ ചെയ്യുകയും എല്ലാം തന്നതിന് മുനീർ സാറിന് വലിയൊരു നന്ദി പറയാണ്. കാരണം എൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് എനിക്ക് കോൺഫിഡൻസ് ലെവൽ ഒട്ടും തന്നെ ഇല്ലാത്തൊരു വ്യക്തിയാണ്. ഞാനൊരു സ്റ്റേജിൽ കയറുന്ന തന്നെ ഭയങ്കര ഒരു പേടിച്ച് ഭയന്ന് അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു. അപ്പം അതിൽ നിന്ന് ഏറ്റവും വലിയ ചേഞ്ച് ഉണ്ടാക്കുന്ന പറഞ്ഞാൽ എനിക്ക് ഇവിടെ ഒരു 2.5 വർഷം കഴിഞ്ഞ് ഇവിടെ വന്ന പിന്നെ ഒരു ഹാബിറ്റും ഒരു ശീലവും തന്നെ ഒന്നും ഇല്ലായിരുന്നു. ഇപ്പം എന്നാ പറയുക, ഒരു ഇൻട്രസ്റ്റും ഇല്ലാതെ ഒരു ജീവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ചുമ്മാ ജോലിക്ക് പോവുക, വീട്ടിൽ വരിക, അങ്ങനെ ഇതായിരുന്നു. ഈ 21 ഡേയ്സ് ആണ് ഞാൻ പറയുകയാണ് എൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ്. കാരണം ഇത് കഴിഞ്ഞ പിന്നെ ഞാൻ എൻ്റെ പുതിയ ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് സാറിന് അറിയാൻ തോന്നുന്നു. അന്ന് ഞാൻ ദ പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് ഒരു ബുക്ക് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു, ജോസഫ് മാർബിൾ. അന്ന് എനിക്കൊന്ന് 6-7 മാസമായിരുന്നു ഞാൻ മേടിച്ചിട്ട്. ഇതുവരെ ഞാനത് തുറന്നു പോലും നോക്കിയിട്ടില്ല. കാരണം ഓരോരുത്തരും ഓരോ ദിവസം കഴിയുന്നവരും ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുക. അങ്ങനെ കണ്ടപ്പോഴാണ് ഞാനും എനിക്കിതൊക്കെ നടക്കുമോ എന്നുള്ളൊരു പേടിയുണ്ടായി. പക്ഷെ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്ത് നടക്കുന്ന ഓരോരുത്തരും അവരവരുടെ അനുഭവങ്ങൾ പങ്കുവെച്ചു തുടങ്ങി. എനിക്ക് ആദ്യം ഒന്നും അങ്ങനെ മുഴുവനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. പിന്നെ പതുക്കെ അത് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങി. അവയർനെസ് ടെക്നിക്കും അഫർമേഷൻസ് ഒക്കെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഫലിച്ചു തുടങ്ങി. ശരിക്കും മാറ്റങ്ങൾ വരുത്താനുള്ളത് അതിന് ഏറ്റവും കൂടുതൽ സഹായിച്ചത് ബിജു സാറാണ്. അപ്പൊ ഞാനിതിൽ കയറുമ്പോൾ തന്നെ എനിക്ക് മാറ്റണം എന്നൊരു ആഗ്രഹിച്ചിരുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതില് ഏറ്റവും വലിയൊരു കാര്യമായിരുന്നു എനിക്ക് ഒരിക്കലും അപ്രിസിയേഷൻ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാറില്ല. ആരെങ്കിലുമൊക്കെ നമ്മളോട് നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് ശരിക്കും തോന്നും, ഈശ്വര നമ്മള് അതിനൊക്കെ അർഹയാണോ എന്നൊരു തോന്നലൊക്കെ വരും. ചെയ്തത് ശരിയാണെന്ന് തോന്നിയാൽ തന്നെയും അതങ്ങോട്ട് ഉള്ളിലേക്ക് എടുക്കാൻ, സന്തോഷത്തോടെ ഉള്ളിലേക്ക് എടുക്കാൻ കഴിയാറില്ല. പക്ഷെ അത് മാറ്റണം എന്ന് വിചാരിച്ച് ഞാൻ ബിജു സാറ് അനീഷ് സാറോട് സംസാരിച്ചിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളുടെ ഗ്രൂപ്പിലത്തെ മീറ്റിംഗ് കഴിഞ്ഞപ്പോ ബിജു സാറോടാണ് സംസാരിച്ചത്. ബിജു സാറും അതിനെ എങ്ങനെയാണ് ചെയ്യേണ്ടത്, എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം എന്നൊക്കെ ബിജു സാർ ശരിക്കും എനിക്ക് വഴികാട്ടിയായിട്ട് പറഞ്ഞു തന്നു. അത് എനിക്ക് എന്താ പറയാ, എന്നിൽ പ്രവർത്തിച്ചു എന്ന് പറയാൻ എനിക്ക് അധികം ഒന്നും കാത്തിരിക്കേണ്ടി വന്നില്ല. അടുത്ത ആഴ്ചത്തെ ഹിപ്നോ സർക്കിളിൽ ലീഡ് ചെയ്യാൻ എനിക്ക് അവസരം കിട്ടി. അങ്ങനെ എന്റെ ഒരു കഥയല്ല, 2 കഥകൾ, ഞാൻ എഴുതിയ 2 കഥകള് അൻവർ സാറിന്റെ ശബ്ദത്തിലൂടെ എനിക്ക് കേൾക്കാൻ സാധിച്ചു. അത് ഞാൻ ഗ്രൂപ്പിൽ പങ്കുവെക്കാം. അതെന്റെ ഒരു വലിയൊരു സന്തോഷമായിരുന്നു. അത് എനിക്ക് മടിയൊക്കെ മാറ്റി വെച്ച് എഴുതാനായിട്ട് ഞാനത് ശരിക്കും എന്റെ അഫർമേഷൻസിൽ ഞാൻ
വിചാരിച്ചിരുന്ന ഒരു കാര്യമാണ് എൻ്റെ ഒരു പുസ്തകം എന്നുള്ളത്. അതിലേക്ക് വീണ്ടും എൻ്റെ എഴുത്ത് കുറെ കാലമായിട്ട് മുടങ്ങി കിടക്കുകയായിരുന്നു. അത് വീണ്ടും തുടങ്ങി വെക്കാൻ കഴിഞ്ഞു. അതും എനിക്കൊരു വലിയ സന്തോഷമാണ്. പിന്നെ ഞങ്ങളുടെ ലീഡർ, ഹിപ്നോ ലീഡേഴ്സിന്റെ ലീഡർ വിഘ്നേഷ് സാറ്, ശരിക്കും ഒരു ലീഡർ എന്നൊരു വാക്ക് അന്വർത്ഥമാക്കുന്ന വിധത്തില്, അല്ലെങ്കിൽ അതിന് അക്ഷരാർത്ഥത്തിൽ പകരം വെക്കാം വിഘ്നേഷിന്, അതുപോലെയായിരുന്നു. ശരിക്കും ഓരോ കാര്യത്തിലും ഞങ്ങളുടെ ഒപ്പം നിന്ന് ഞങ്ങളെ നയിക്കണതിന്റെ ഒപ്പം എനിക്കുണ്ടായൊരു പേഴ്സണൽ അനുഭവം പറയാ. ഞാൻ ആദ്യമായിട്ട് ഒരു റീല് ചെയ്തത് ഇവിടെയാണ്. ആ റീല് ചെയ്തു കഴിഞ്ഞപ്പോ അതിലേക്ക് ഇനി എങ്ങനെ ഒരു റീൽ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചൊരു ക്ലാസ്സാണ് ഇപ്പൊ ഞങ്ങൾ തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ എന്റെ ബഡ്ഡി ആതിര, ഞങ്ങൾ രണ്ടുപേരും ഏകദേശം ഒരുപാട് സാമ്യതകളുള്ള ആൾക്കാരായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇനി ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കുന്നൊന്നുമില്ല. ഞങ്ങളുടെ പ്രാക്ടീസ് എല്ലാം ഇനിയും ഒരുമിച്ച് കണ്ടിന്യൂ ചെയ്യാൻ തന്നെയാണ് തീരുമാനം. അപ്പോ ആദ്യം വലിയൊരു താങ്ക്സ് പറയുന്നത് എന്റെ ടീമിനോട് തന്നെയാണ്, ടീം ഹിപ്നോ ലീഡേഴ്സിനോട്. ഇതിനെല്ലാം ഉപരിയായിട്ട് നമ്മുടെ കോഴ്സിലെ ഭാഗമായ ഓരോ സുഹൃത്തുക്കളും അവര് പങ്കുവെക്കുന്ന ഓരോ അനുഭവങ്ങളും എനിക്ക് ഭയങ്കരമായിട്ട് പ്രചോദനം നൽകിയിട്ടുണ്ട്. എനിക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടെന്നും ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ടെന്നും ഒരുപാട് ഉയരങ്ങൾ താണ്ടാനുണ്ടെന്നും അവരെന്നെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഓരോരുത്തരുടെയും വീഡിയോ കാണുമ്പോൾ അതെനിക്ക് വീണ്ടും വീണ്ടും ഓർമ്മ വരുന്നുണ്ട്. അപ്പോ പിന്നെ ലാസ്റ്റ് ബട്ട് ലീസ്റ്റ് ഞാൻ അവസാനമായിട്ട് പറയുന്നത് വെച്ചാൽ ഏറ്റവും ആദ്യം എപ്പോഴും എന്റെ മനസ്സിലുള്ളതാണ്, ഓരോ നിമിഷവും നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന അനീഷ് സാറിന്, മുനീർ സാറിന് എല്ലാവർക്കും താങ്ക് യു. ഐബി മാം താങ്ക് യു. താങ്ക് യു ടീം ഹഗ്. ജയ്സ്മോൻ, അതുപോലെ തന്നെ ഞാനും ഗ്രൂപ്പ് 1 നിന്നാണ് വരുന്നത്. ആദ്യമായിട്ട് തന്നെ പറയട്ടെ, ഗ്രൂപ്പ് ഫസ്റ്റ് തന്നെ എന്റെ പേഴ്സണൽ കാര്യം പറയാം. ഈ തുടക്കത്തിൽ തന്നെ ഈ പ്ലാറ്റ്ഫോം തുടങ്ങിയ അന്ന്, ഇൻട്രൊഡക്ഷന്റെ അന്ന് തന്നെ എനിക്ക് അതിൻ്റെതായ ഒരു ഫസ്റ്റ് സ്പാർക്ക് എന്ന് പറയില്ല, നമ്മൾ തുടങ്ങുമ്പോൾ ഒരു ഫസ്റ്റ് സ്പാർക്ക് അന്ന് തന്നെ അടിച്ചു. കാരണം ഫസ്റ്റ് ഒന്ന് എല്ലാവരും ഇൻട്രൊഡ്യൂസ് ചെയ്യാനൊരു അവസരം എനിക്ക് കിട്ടി. അപ്പൊ അതോടുകൂടി എന്റെ ഫസ്റ്റ് തന്നെ ഒരു കോൺഫിഡൻസ് ലെവൽ ഭയങ്കരമായിട്ട് വരും. കാരണം എനിക്കും ജീവിതത്തിൽ പല കാര്യങ്ങളും ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. എന്ന് വെച്ചാൽ പല കാര്യങ്ങൾ ഇപ്പൊ പറഞ്ഞല്ലോ, ഒരു വർഷം ശരിക്കും പറഞ്ഞാൽ 2-3 വർഷമായിട്ട് ഇങ്ങനെ പല പല കാര്യങ്ങൾ ചെയ്യുന്നു, അല്ലെങ്കിൽ കുറച്ച് പുസ്തകങ്ങൾ വായിക്കുന്നു, അങ്ങനെ ഒരു പലത് ചെയ്തു പോകുന്നു. പക്ഷെ എന്തെങ്കിലും ഒരു സ്ട്രോങ് ആയിട്ടൊരു എന്തെങ്കിലും ഒരു സാധനം ചെയ്യണം, അല്ല അതിലേക്ക് മുമ്പോട്ട് പോകണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ എന്ത് ചെയ്യും, എങ്ങനെ ചെയ്യും, അല്ലെങ്കിൽ ഇറങ്ങിയാൽ നടക്കുവോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള വേറെ പല പ്രോഗ്രാമുകളും ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുമുണ്ട്. മീൻസ് വേറെ ലൈവ് ആയിട്ടുള്ളതും അല്ലാതെ പ്രോഗ്രാമുകളൊക്കെ ഒത്തിരി അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പല പ്രാക്ടീസുകളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ വന്നപ്പോ എനിക്ക് തോന്നുന്നത് വെച്ചാൽ നമുക്ക് ഇത് എന്താ പറയാ, നമ്മുടേതായിട്ടുള്ള ഒരു സ്ഥലം, അല്ലെങ്കിൽ നമ്മളെ സഹായിക്കാൻ ഉള്ള ആളുകളുള്ള ഒരു സ്ഥലം, അങ്ങനെ പ്രത്യേകിച്ച് ഗ്രൂപ്പിലാണെങ്കിലും അതുപോലെ ഇപ്പോ നമ്മുടെ അനീഷ് സാറ്, മുനീഷ് സാർ, ഇവരെല്ലാം അല്ല അവരുടെ ക്ലാസ്സുകളും എല്ലാ രീതിയിലും നമുക്ക് വേണ്ടി ഒരു ഗ്രൂപ്പ് ഉണ്ട്. അതുപോലെ എല്ലാ ആളുകളുടെ ഓരോരുത്തർ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ അനുഭവങ്ങൾ, ഓരോരുത്തരുടെ അനുഭവങ്ങൾ കേൾക്കുമ്പോൾ നമുക്കും ഞാനും കരുതുന്നു, ഓക്കെ ശരി, ഇങ്ങനെ ഇന്ന ആൾക്ക് ഇപ്പൊ തന്നെ മേഡവും ഇവരിലൊക്കെ പറഞ്ഞില്ലേ, എത്ര ആളുകൾക്ക് ഓരോ ചേഞ്ചസ് വന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഗ്രൂപ്പിന്റെ സാർ എന്നൊക്കെ പറഞ്ഞാൽ ഓഡിയോ ഒക്കെ ശരി, ഞാൻ വീഡിയോ ഓൺ ആക്കുന്ന പോലും ഇല്ല. പക്ഷെ ഇന്നലെയൊക്കെ വീഡിയോ കണ്ടപ്പോൾ ഞാനും ഞെട്ടി. കാരണം അടിപൊളിയായിട്ട് സംസാരിക്കുന്നുണ്ട്, ഭയങ്കര സ്ട്രോങ് ആണ്, യൂത്തിനെ പ്രതിനിധീകരിച്ച് നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പൊ അതുപോലൊരു വലിയൊരു മാറ്റം വന്നു. എന്റെ അർത്ഥം കോൺഫിഡന്റ് ഉണ്ട്. ഇപ്പൊ സാറ് പറഞ്ഞത് തന്നെ ഒരു പ്ലാസ്റ്റിക് അവസ്ഥയാണ്. നമ്മുടെ മനസ്സിനെ എന്ത് കാര്യങ്ങളും നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആ രീതിയിൽ ഇതിനെ ട്രാൻസ്ഫോം ചെയ്യാൻ കഴിയും എന്നുള്ളതിന് എവിഡൻസ് ആണ് ഇതല്ല. അപ്പൊ അങ്ങനെ ഈ ഉള്ളൊരു ആളുകളുടെ കൂടെ നിൽക്കുമ്പോൾ എനിക്കും സാധിക്കും. എന്റെ ജീവിതത്തിൽ ഇപ്പൊ എന്താ പറയാ, ഒരു പർപ്പസ് ഉണ്ടാവും. ഓരോ മനുഷ്യനും ഒരു പർപ്പസ് ഉള്ള പോലെ എന്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതിലേക്ക് എത്തിച്ചേരാൻ ആവശ്യമായ ടൂൾസ് ആണ് പ്രത്യേകിച്ച് ഇപ്പോ ഈ ഹിപ്നോതെറാപ്പി. അപ്പൊ ഞാൻ പറഞ്ഞില്ല, ഞാനിത് ഓൾറെഡി ഈ മെഡിറ്റേഷന് അല്ലെ അങ്ങനെ പല പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, പല പ്രോഗ്രാമുകൾ. പക്ഷെ ഇതിൽ നിന്ന് എനിക്ക് വ്യക്തമായ ഒരു കാര്യം എന്ന് വെച്ചാല് നമുക്ക് ക്ലാരിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട് പല കാര്യങ്ങളും. നമ്മുടെ ക്ലാരിഫിക്കേഷന് അല്ലെ നമ്മളെ ഒന്ന് മോഡിഫൈ ചെയ്യുക. എന്നുവെച്ചാൽ നമ്മുടെ എന്താണോ നമുക്ക് ആഗ്രഹിക്കുന്നത്, നമുക്കൊരു തോട്ടുണ്ട്, ഒരു ഐഡിയ ഉണ്ട്. പക്ഷെ അതിനൊന്ന് ക്ലാരിറ്റി വരുത്താൻ അല്ലെ ഒരു മോഡിഫിക്കേഷൻ നടത്തി ഒരു ശരിയായ ദിശയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. ആ ഒരു ദിശാബോധം എനിക്ക് കിട്ടിയെന്നുള്ളതാണ് വളരെ കാര്യം. അതിന് ആവശ്യമായ ക്ലിയർ ആയിട്ടുള്ളതാണ് ഈ സാറിന്റെ ക്ലാസ്സുകൾ. ഇന്നത്തെ ഓരോ ക്ലാസ്സുകളുണ്ടല്ലോ. ഇപ്പൊ അവയർനെസ്, അത് തന്നെ പഠിക്കുമ്പോൾ തന്നെ നമുക്ക് ശാന്തത, അങ്ങനെ പല പല കാര്യങ്ങൾ ലഭിക്കും. അവയർനെസ് കിട്ടുന്നുണ്ട്. അതുപോലെ ഈ പറഞ്ഞ പോലെ ആ ഓരോ ടെക്നിക്കും വളരെ ആങ്കറിങ്, മോഡലിങ്. അപ്പൊ ആ മോഡലിങ് ഇപ്പൊ എനിക്ക് ചിലപ്പോ കുറച്ചങ്ങനെ ഈ മോഡലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട്
പല ആവശ്യങ്ങളും വേണ്ടി വരും. നമുക്ക് പല ക്ലാസ് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുകയോ ചെയ്യുമ്പോൾ നമുക്ക് സംസാരിക്കേണ്ട ഒരു അവസരം വന്നാൽ ആ അവസരങ്ങളിലൊക്കെ ഈ മോഡലിംഗ് നമുക്ക് ഉപയോഗപ്പെടുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഈ ക്ലാസ്സുകളുടെ ഒരു സ്ട്രക്ചർ തന്നെയാണ് എനിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നുന്നത്. കാരണം വെച്ചാൽ അത് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അതിന്റെ ഈ അവയർനെസ് മുതൽ ഈ എൻഡ് വരെയുള്ള ഓരോ കാര്യങ്ങളും നമ്മളെ പല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഓട്ടോമാറ്റിക്കലി അതിന്റെ സ്ട്രക്ചർ ഭയങ്കരമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ എപ്പോഴും ഇപ്പൊ ഞങ്ങൾ കുറച്ച് നാളൊക്കെ എനിക്ക് 10 ഡേയ്സിലൊക്കെ നാട്ടിൽ പോകേണ്ടി വന്നു. എന്നാലും ബഡി എന്ന് പറഞ്ഞാൽ അൻവർ സാറ് ഇപ്പോഴും കൂടെ ഉണ്ടായിരുന്നു. ഇപ്പൊ വിളിക്കുകയോ ജസ്മോൻ എങ്ങനെയുണ്ട് കാര്യങ്ങൾ. അപ്പൊ എല്ലാവരും പിന്നെ ഞങ്ങളുടെ ടീം വർക്ക്, പ്രത്യേകിച്ച് നമ്മുടെ വിഘ്നേഷ് സാറ്, ഇവരെല്ലാം ഓരോ സമയത്ത് നമ്മളൊന്ന് പയ്യെ ഒന്ന് മാറി, അല്ല ഞാനൊന്ന് ഡിലേ ആയാലും ജസ്റ്റ് ഒന്ന് ഇതിൽ നിന്ന് വേറൊരു ഫോക്കസിലേക്ക് മാറി ഉടനെ തന്നെ പെട്ടെന്ന് ഓക്കെ അല്ലേ എന്ന് പറഞ്ഞ് നമ്മുടെ കൂടെയുള്ള ഒരു ടീം, പ്രത്യേകിച്ച് ജീവ മാമിന്റെ അനുഭവം, അവരെല്ലാവരും ബിജു സാറും പ്രത്യേകിച്ച് ബിജു സാറൊക്കെയാണ് ഫസ്റ്റ് ഞങ്ങളെ ടീമിനെയൊക്കെ ഒന്ന് ഒരു ആക്റ്റീവിലേക്ക് പൊക്കിക്കൊണ്ടിരാണ്. സാറിന് എല്ലാ കാര്യങ്ങളും അറിയാം. ഓട്ടോമാറ്റിക്കലി നമുക്കതൊരു വലിയ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. അതുപോലെ ഹിൽനോ സർക്കിള്, അപ്പൊ അങ്ങനെ എല്ലാം വിധത്തിലും നല്ലൊരു അനുഭവമായിരുന്നു എനിക്ക്. അതുപോലെ ഈ സംഘം തന്നെ കണ്ടിന്യൂ പോകുന്നു. പ്രത്യേകിച്ച് ഇതിലൊക്കെ ഈ പ്രോഗ്രാം ഒക്കെ കണ്ടക്ട് ചെയ്യാൻ തോന്നിയ അനീഷ് സാറിനും, അഖിൽ ഇന്റർനാഷണൽ CEO ആയ അനീഷ് സാറിനും, അതുപോലെ ഇത്ര ക്ലാസ്സുകളൊക്കെ അടിപൊളിയായിട്ട് ചെയ്യുന്ന മുനീർ സാറിനും. കാരണം അതൊരു ഭയങ്കര ഇൻസ്പിറേഷൻ ആയിട്ട് തന്നെ തോന്നുന്നു സാറ് റിയാലിറ്റിയിൽ. കാരണം ഞാൻ പറഞ്ഞത് റിയാലിറ്റിയാണ്. കാരണം ഒരു മോഡിഫിക്കേഷൻ വരുത്താൻ പറ്റും. നമ്മുടെ ഒരു തോട്ട് ഉണ്ട്, അതിനെ മോഡിഫൈ ചെയ്ത് ക്ലാരിറ്റി വരുത്താൻ പറ്റുന്നുണ്ട്. ആ ഒരു ഈ സ്ട്രക്ചറിൽ ഈ ഒരു കോഴ്സിന് ക്ലാരിറ്റിയിലേക്ക് എത്തിക്കാൻ കഴിയുന്നുണ്ട്. അതുപോലെ ശരിക്കും അനീഷ് സാർ ഇൻസ്പിറേഷൻ സ്പീക്കർ എന്ന് പറഞ്ഞാൽ 100% ഷുവർ ആയിട്ട് ഞാൻ ഗ്യാരണ്ടി പറയുന്നത് ഇൻസ്പിറേഷൻ സ്പീക്കർ തന്നെയാണ്. കാരണം ആ ഒരു വാക്ക് കേൾക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കൽ ഇൻസ്പയർ ആവുകയാണ്. അപ്പൊ എല്ലാവരോടും, ഈ ഗ്രൂപ്പിൽ എല്ലാവരോടും, അതുപോലെ ഈ ടീമിനും എല്ലാവരും എന്റെ നന്ദി അറിയിച്ചോളും. അതുപോലെ ഇന്ന് തന്നെ വൈഫ് പങ്കെടുക്കുന്നുണ്ട്. നിവ്യ എന്നാണ് പേര്. ഓൾറെഡി നേഴ്സായിട്ട് വർക്ക് ചെയ്യാണ്. നിവ്യ ഓൾറെഡി നമ്മുടെ ടീമിൽ നിന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിവിനെയും പ്രത്യേകം ഞാൻ ഈ ഗ്രൂപ്പിലേക്ക് സ്വാഗതം. ഒത്തിരി 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 സന്തോഷമുണ്ട് ഇവിടെ വന്നിട്ട് ഇത് പ്രസന്റ് ചെയ്യാൻ ഒരു ചാൻസ് കിട്ടിയതും സംസാരിക്കാൻ ഒരു അവസരം തന്നതും. ആക്ച്വലി സാറ് പറഞ്ഞ പോലെ കണ്ണൊക്കെ നിറഞ്ഞ് ഒരുപാട് ഇതിലാണ് ഇരിക്കുന്നത്. സ്റ്റിൽ ഒരു ഒഫീഷ്യൽ ഇവന്റിൽ പറയേണ്ട ഇതിൽ ഞാൻ ഫസ്റ്റ് തന്നെ ഒരുപാട് താങ്ക്സ് പറയാണ്. ഈ ഒരു ടീം എഫേർട്ട് ഓരോരാളുടെ പേരെടുത്ത് പറയുന്നില്ല, ഞാനിപ്പം പറയുന്നത് ഹഗ് ഫാമിലിയാണ്. ഞങ്ങൾ ഓരോരാളുടെ ഈ ടീമിന്റെ ഒരു സപ്പോർട്ട് വാസ് മാർവലസ്. ഇനി എൻ്റെ ടീമിന്റെ ഒരു എന്താ പറയണ്ടേ, മാർവലസ് സപ്പോർട്ട്. ഹിപ്നോ സ്റ്റാർസിൽ ഓരോരാളുടെ വേർഡ്സ് ഞാൻ ആദ്യം പറയട്ടെ. അംബ്ലി മാം, സ്റ്റാർട്ടിങ് വിത്ത് യു. ശരിക്കും പറഞ്ഞാൽ മാം അല്ല, ഞങ്ങൾ അതൊക്കെ മാറി ചേച്ചിയായി. അപ്പൊ അമ്പിളി ചേച്ചി, ഫസ്റ്റ് വന്ന അമ്പിളി ചേച്ചിയും ഇപ്പോഴുള്ള അമ്പിളി ചേച്ചിയും തമ്മിൽ അജഗജാന്തര വ്യത്യാസമാണ്. സോ ചേച്ചി ഇന്നൊരു വോയിസ് ഇട്ടു എനിക്ക്, മോളെ എൻ്റെ ജീവിതത്തിൽ ഇരുട്ട് പോയി വെളിച്ചം വന്നിരിക്കുകയാണ്, ഇതാണ് എനിക്ക് പറയാനുള്ളത് എന്ന്. അപ്പൊ എനിക്ക് അതന്നെ പറയാനുള്ളത്. എൻ്റെ ജീവിതത്തിലും ഇരുട്ട് പോയി, ഞാൻ പറഞ്ഞ ചേച്ചി എൻ്റെ ജീവിതത്തിലും അതന്നെ സംഭവിച്ച, ഇരുട്ട് പോയി വെളിച്ചം വന്നു. ഇന്ന് ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ പേടിയില്ല, എന്തോ എനിക്കൊരു വാല്യൂ വന്ന പോലെ തോന്നുന്നു. ചേച്ചി അത് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു എന്ന്. ഒരു കല്യാണത്തിന് പോയിട്ട് ചേച്ചിക്ക് ഉണ്ടായ ഒരു എക്സ്പീരിയൻസ്, എപ്പോഴും ഉൾവെളിഞ്ഞിരുന്ന ഒരാള് ഫുള്ളി എക്സൈറ്റഡ് ആയുള്ള ഫ്രണ്ട്സും, ഒരു സ്റ്റുഡൻറ്റിന്റെ വെഡിങ്ങിന് പോയതാണ്, അവിടെ എക്സൈറ്റഡ് ആയിട്ട് എല്ലാവരും കണ്ടതും. ചേച്ചി പറഞ്ഞു എൻ്റെ ന്യൂ ലുക്ക് ഞെട്ടിയിട്ടാ മോളെ എന്നെ നോക്കിയത് എന്ന് പറഞ്ഞു. സോ അതെല്ലാം തന്നെയാണ് ഏറ്റവും വലിയൊരു ഫീഡ്ബാക്ക് എനിക്ക് തരാൻ പറ്റുന്നത്. അതുപോലെ ദിലീഷ് സാറിന്റെ വർക്ക്സ്, സാറും പറഞ്ഞ ഇൻട്രാപേഴ്സണൽ ചേഞ്ചസും നമുക്ക് ഓരോരാളെ തിരിച്ചറിയാൻ പറ്റുന്ന അവസരം. അങ്ങനെ ശോഭന മാം, പവിത്രൻ സർ, എല്ലാവർക്കും ഒരുപാട് ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട്. ഇനി കമ്മിങ് ബാക്ക് ടു മൈ പേഴ്സണൽ ചേഞ്ച്, ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, സാറും ഇവിടെ പറഞ്ഞു. എന്താ വെച്ചാൽ അത്രയും കോൺഫിഡൻസ് ആദ്യം ഒരു ട്രെയിനർ ആയിരുന്നാൽ ഉണ്ടായിരുന്നു, പക്ഷെ അതൊരു ബിൽട്ടപ്പ് കോൺഫിഡൻസ് ആയിരുന്നു. പക്ഷെ ഇന്ന് ഐ ആം വെരി കോൺഫിഡൻറ്റ്. എനിക്കൊരു സ്ഥലത്ത് കയറി പോകുമ്പോൾ ഐ ഹാവ് എ വാല്യൂ, എനിക്ക് ഞാൻ എന്നുള്ളൊരു ഐഡന്റിറ്റി തന്നിട്ടുള്ള മുകളിലൊരു ചാറ്റ് ഷോ. രണ്ടാമത് ഇപ്പൊ സാറ് പറഞ്ഞ പോലെ ആദ്യമായിട്ട് വീഡിയോ ഇട്ട് കണ്ടിട്ട് എൻ്റെ മാമിനെ റിക്വസ്റ്റ് ചെയ്തു എൻ്റെ കോഴ്സിനും ഒരു ഫീഡ്ബാക്ക് തരാമോന്ന്. എനിക്ക് സത്യം പറഞ്ഞാൽ അത് ശരിക്കും കണ്ണ് നിറഞ്ഞു. മാം ഇട്ടും ഷോണിമ ഫീലിംഗ് ആയിരുന്നു എന്ന് പറഞ്ഞു. അതിന്റെ ഫസ്റ്റ് വീഡിയോ ആണ്. ഞാൻ വിഘ്നേഷ് സാറിനോട് ചോദിച്ചു, ഞാൻ ഇതുപോലെ കുറെ അനങ്ങുന്നുണ്ട് സർ, എഡിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കുമെന്ന്. പക്ഷെ പിന്നെ അതിന്റെ ഒറിജിനാലിറ്റി പോലും വെച്ചിട്ട് ഞാൻ മാറ്റിയില്ല. പിന്നെ എനിക്ക് അത്ര ഫീല് പറയാൻ പറ്റുമെന്ന് അറിയില്ലായിരുന്നു.
സോ അത് എൻ്റെ ഒരു വലിയ ചേഞ്ച് ആണ്. പിന്നെ ഒന്ന് പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സ് സ്കൂളിലെ ഫ്രണ്ട്സ് ആണ് ഇന്നലെ ഈ കോഴ്സിനെ പറ്റി ചോദിച്ചു. എനിക്ക് തോന്നുന്നു ആരൊക്കെ എൻറോൾ ചെയ്തിട്ടുണ്ട്. സോ അതൊരു എനിക്ക് തോന്നുന്നു അവരാണ് ബെസ്റ്റ് ജഡ്ജ് ചെയ്തത്. അപ്പൊ അവരെന്നെ കോഴ്സിനെ പറ്റി ചോദിച്ചു, എൻറോൾഡ് എന്ന് പറഞ്ഞിട്ട് ചില ആൾക്കാർ മെസ്സേജ് ഇട്ടു. സോ അതന്നെയാണ് എനിക്ക് ഉണ്ടായ ഒരു വലിയ ചേഞ്ച് ഞാൻ ഐഡന്റിഫൈ ചെയ്യുന്നത്. So thank you so much each and everyone from bottom of your heart, sir, for giving this hope to unleash our uniqueness and growth for a purposeful thing. Thank you so much. ശരിക്കും ഇതൊരു പ്രൗഡ്ഫുൾ മൊമെന്റ് ആണ്. ഈ ഒരു പ്രൗഡ്ഫുൾ മൊമെന്റിൽ ശരിക്കും എൻ്റെ കണ്ണ് നിറഞ്ഞു വരുന്നത് എനിക്കത് എങ്ങനെ പറയണമെന്നറിയില്ല. ശരിക്കും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ എത്താൻ പറ്റിയത് ദൈവാനുഗ്രഹം എന്ന് തന്നെ പറയാം. അല്ലാതെ നമ്മൾ പേഴ്സണലി എന്ത് ആഗ്രഹിക്കുന്നുവോ അത് നമ്മളിലേക്ക് വന്ന് ചേരും എന്നുള്ളതാണ്. അത് ശരിക്കും സത്യമാകുന്ന രീതിയിലുള്ള കാര്യമാണ് എൻ്റെ ലൈഫിൽ ഈ ഒരു 21 ദിവസം കൊണ്ട് നടന്നത്. ഞാൻ എൻ്റെ ഒരു വലിയൊരു മാറ്റം വേണം, എൻ്റെ കാഴ്ചപ്പാടുകളിൽ ഒരു മാറ്റം വേണം, എൻ്റെ ടാലൻസിൽ എനിക്ക് കുറച്ചുകൂടെ എന്നെ മനസ്സിലാക്കിയിട്ട്, അതായത് എന്നെ എനിക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ പറ്റണം, എന്നെ എനിക്ക് കുറച്ചുകൂടെ സ്നേഹിക്കാൻ പറ്റണം. എന്നാൽ മാത്രമേ എൻ്റെ ഉള്ളിലുള്ള ഒരു നല്ലൊരു വളർച്ച ഉണ്ടെങ്കിൽ മാത്രമേ എൻ്റെ ചുറ്റിലുള്ളവരെ എനിക്ക് കൂടുതൽ ഉയരങ്ങളിലേക്ക് കൊണ്ടുവരാൻ അല്ലെങ്കിൽ എനിക്ക് വളർത്തിക്കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് അറിയാം. പക്ഷെ എനിക്ക് അതിനുള്ള ഒരു സാഹചര്യം ഒന്നും കിട്ടുന്നില്ലായിരുന്നു. പക്ഷെ ഞാൻ അതിയായി ആഗ്രഹിച്ചു കേട്ടോ. അങ്ങനെയാണ് ICCSLന്റെ ഒരു പ്ലാറ്റ്ഫോമിൽ വെച്ച് നമ്മളുടെ CEO അനീഷ് സാറിനെ കാണുന്നതും പരിചയപ്പെടുന്നതും. സാറിന്റെ ലൈഫിൽ ഉണ്ടായ കുറെ കാര്യങ്ങൾ സാർ അവിടെ പങ്കുവെച്ചിരുന്നു. വളരെ ഹാർട്ട് ടച്ചിങ് ആയിരുന്നു. സാറിന് ഇങ്ങനെ ആകാമെങ്കിൽ എന്തുകൊണ്ട് നമുക്കായിക്കൂടാ എന്നുള്ള ഒരു ചോദ്യമാണ് അപ്പോൾ എൻ്റെ ഉള്ളിലേക്ക് വന്നത്. അങ്ങനെ സാറിന്റെ കോണ്ടാക്ട് നമ്പർ ഒക്കെ മേടിച്ചു. ആ വഴിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹിപ്നോ സെൽഫിലേക്ക് തന്നെ ഒന്ന് കടന്നെത്താനായിട്ട് എനിക്ക് സാധിച്ചത്. അപ്പൊ 21 ദിവസത്തെ ഈ ഒരു കോഴ്സിന്റെ ഏറ്റവും ആദ്യത്തെ മൊമെന്റിൽ തന്നെ ചോദിച്ച ഒരു കാര്യം ഉണ്ടായിരുന്നു. ഈ 21 ദിവസങ്ങൾ കൊണ്ട് നിങ്ങൾ എന്താവാനാണ് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ എന്തൊരു മാറ്റമാണ് ആഗ്രഹിക്കുന്നത്, ഇതെല്ലാം നമ്മളോട് എഴുതി വെക്കാൻ പറഞ്ഞു. അല്ലെങ്കിൽ എന്താണ് അതിന് വേണ്ടിയിട്ടുള്ള അതിന്റെ ആവശ്യകത എന്താണ് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അതെല്ലാം എഴുതി വെച്ചു. എന്തൊക്കെയാണ് ആ ഒരു ടൈമില് ഞാൻ അനുഭവിച്ച ഒരു ഫീൽ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്നെ ഞാൻ കുറച്ചുകൂടെ പഠിക്കുകയായിരുന്നു കേട്ടോ. എന്റെ ഉള്ളിലേക്ക് നോക്കി, ചിപ്പി നിനക്ക് എന്തൊക്കെയാണ് ഇഷ്ടം, അങ്ങനെയൊക്കെ ഒരുപാട് എനിക്ക് വേണ്ടിയിട്ട് ചിന്തിക്കാനുള്ള സമയം ഉണ്ടായി. ആക്ച്വലി നമുക്കറിയാം, നമ്മളെല്ലാവരും ഭയങ്കര തിരക്കുള്ള ഒരു ലൈഫിലാണ് നമ്മൾ ഇപ്പൊ ഉള്ളത്. ഡെയിലി ലൈഫ് ഭയങ്കര തിരക്കാണ്. ഇപ്പം ഫോർ മീ, എനിക്ക് ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയർ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ICCSLന്റെ സീനിയർ ഡെവലപ്മെന്റ് ഓഫീസർ എന്നുള്ള രീതിയിൽ, ഒരു മദർ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഒരു സ്റ്റുഡന്റ് എന്നുള്ള രീതിയിലൊക്കെ എനിക്ക് ഒരുപാട് റോൾസ് ഉണ്ട്. പക്ഷെ ഈ ഒരു റോൾസ് എല്ലാം നമ്മൾ ഒരു പേഴ്സൺ തന്നെ ഈ മൾട്ടി ടാസ്കിങ് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് കുറച്ചൊക്കെ ഒരു ഇതാണ്. കാരണം ചില സമയത്തൊക്കെ നമ്മൾ ഇമോഷണലി കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ നമുക്കിത് എങ്ങനെ ഒന്ന് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകണം, എങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് അറേഞ്ച് ചെയ്ത് കൊണ്ടുപോകണം, എന്നെ എങ്ങനെ റീചാർജ് ചെയ്യണം. കാരണം നമ്മൾ ഇതെല്ലാം ചെയ്യണമെന്നുണ്ടെങ്കിൽ എപ്പോഴും നല്ല ചാർജ് ആയിട്ട് ഉഷാറായിട്ടിരുന്നാലേ എല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അറ്റ്ലീസ്റ്റ് നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒന്ന് ട്രൈ ചെയ്യാനേലും പറ്റുള്ളൂ. അപ്പോൾ അത് എങ്ങനെ വേണമെന്നുള്ളതൊക്കെ ശരിക്കും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ എത്തിയതിനു ശേഷം വളരെ എന്താ പറയണ്ടത്, സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മളുടെ ഈ ഒരു ഗ്രൂപ്പ് തന്നെ വളരെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. കാരണം എല്ലാവർക്കും, ഇതിനകത്തുള്ള എല്ലാവർക്കും ചേഞ്ച് ആവണം, ജീവിതത്തിൽ നല്ല നല്ല കാര്യങ്ങൾ വരണം, നിറയെ ഓപ്പർച്യൂണിറ്റീസ് വരണം, നല്ലൊരു ഭാവിയിലേക്ക് നോക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുടെ കൂടെ ഈ 21 ദിവസത്തെ യാത്ര ഞാൻ വളരെ നന്നായിട്ട് എൻജോയ് ചെയ്തു. അതുപോലെ തന്നെ മുനീർ സാറിന്റെ ക്ലാസ്, മുനീർ സാറിന്റെ വോയിസ്, അത് പറയാൻ പറ്റില്ല. ഞാൻ പലപ്പോഴായിട്ട് ഗ്രൂപ്പിൽ തന്നെ പങ്കുവെച്ചിട്ടുണ്ട് എന്റെ ഫീഡ്ബാക്ക്. ഓരോ പ്രാവശ്യം സാറിന്റെ വോയിസ് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ നല്ല ബിസി ആയിട്ടുള്ള ലൈഫാണ്, പലപ്പോഴും ഉറക്കം ഉണ്ടായിരുന്നില്ല. അതായത് ആ സമയത്തായിരിക്കും ഇങ്ങനെ ചിന്തിക്കുന്നത്, രാത്രി സമയങ്ങളിലായിരിക്കും അടുത്തത് എന്താണ്, നാളത്തേന് എന്താണ്, ഇങ്ങനെ ചിന്തയാണ്. അപ്പോൾ ഈ ഒരു വോയിസ് ഒക്കെ കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ക്ലാസ്സിൻ്റെതായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേനും എനിക്ക് വളരെ സുഖമായിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ട്, മനസ്സമാധാനത്തോടെ. അത് വളരെ വലിയൊരു കാര്യം. ഞാൻ ഒരിടയ്ക്ക് ചിന്തിച്ചിരുന്നു, വല്ലോ സ്ലീപ്പിംഗ് പിൽസ് ഒക്കെ മേടിച്ച് യൂസ് ചെയ്താലോ. പക്ഷെ ഇപ്പൊ അതിന്റെ ഒരു ആവശ്യമില്ല കേട്ടോ. എനിക്ക് നല്ല സുഖകരമായിട്ട് സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റുന്നുണ്ട്. പിന്നെ എന്നിലുള്ള ഒരു ചേഞ്ച് എന്ന് പറയുന്നത്, ഒരുപാട് ലിമിറ്റിംഗ് ബിലീഫ് ഉണ്ടായിരുന്നു, അതിനെ പാടെ പൊട്ടിച്ചെറിഞ്ഞു. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, മറ്റുള്ളവര് എന്ത് പറയും, അല്ലെങ്കിൽ അവര് ബോധർ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച്
ഞാൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഞാൻ നല്ലൊരു രീതിയിൽ സ്റ്റെപ്പ് എടുത്ത് വെച്ചാൽ പോലും ഇത് അവര് എന്ത് പറയും, ഇത് അവർക്ക് ഓക്കെ ആയിരിക്കുമോ, ഈ ഒരു ചിന്ത കാരണം ഇപ്പം മറ്റുള്ളവരുടെ ഒരു വ്യൂ പോയിന്റ് വെച്ചിട്ട് എനിക്ക് ഡിസ്കംഫോർട്ട് ആകുന്ന കാര്യങ്ങൾ പോലും ഞാൻ യെസ് പറയേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതുമൂലം ഉണ്ടായിട്ടുള്ള എൻ്റെ ഒരു ഡിസ്കംഫോർട്ട് കാരണം ഞാൻ ഇപ്പോ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വെച്ചിട്ട് വളരെ പൊളൈറ്റ് ആയിട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ അടുത്ത് എനിക്ക് കംഫർട്ടബിൾ അല്ലാത്ത ഒരു കാര്യത്തിനകത്ത് പൊളൈറ്റ് ആയിട്ട് ഞാനൊരു നോ പറയാൻ പഠിച്ചു എന്നുള്ളതാണ്. അത് നമ്മൾ ഓർക്കും വളരെ ചെറിയ ഒരു കാര്യമാണെന്ന്, പക്ഷെ ഒരിക്കലും അല്ല, അത് വളരെ വലിയൊരു കാര്യമാണ്. കാരണം അതിനുശേഷം നമ്മൾ അനുഭവിക്കുന്ന ഒരു 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 കംഫോർട്ട് അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സാറ് പറഞ്ഞിട്ടുള്ള ആങ്കറിങ് ടെക്നിക്സ് ഒക്കെ ഞാൻ യൂസ് ചെയ്യുന്നതോടുകൂടി എനിക്ക് കൂടുതൽ, അതായത് ഭാവിയിലേക്ക് എങ്ങനെ ഞാൻ ഇനി കൂടുതൽ എങ്ങനെ ഉയരാൻ പറ്റണം, ഇനിയിൽ എന്തൊക്കെ ചേഞ്ചസ് കൊണ്ടുവരണം, ഞാൻ ആരായി തീരണം, അതിന്റെ ആവശ്യകത എന്തൊക്കെയാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ വിഷ്വലൈസ് ചെയ്യുന്നുണ്ട്. അതിന്റെ മാറ്റങ്ങളുണ്ട്. അത് ഞാൻ വിഷ്വലൈസ് ചെയ്ത് ഇപ്പം വളരെ സ്പീഡായിട്ട് തന്നെ ഞാൻ എന്താണോ വിഷ്വലൈസ് ചെയ്യുന്നത് വിത്തിൻ ഡേയ്സ് അല്ലെങ്കിൽ വിത്തിൻ വീക്സ് ആ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ എന്റെ മുന്നിൽ ഇങ്ങനെ ഒരു ഡോർ ഓപ്പൺ ചെയ്തതുപോലെ തന്നെ യു ആർ വെൽക്കം ചിപ്പി എന്ന് പറയുന്ന ഒരു ഫീലാണ്. കാരണം അങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇപ്പൊ എനിക്ക് വരുന്നുണ്ട്. അത് താങ്ക് യു സോ മച്ച്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതുപോലുള്ള ചെറിയ ചെറിയ എന്താ പറയാ മാറ്റങ്ങളായിരിക്കും എന്നിൽ വന്നിരിക്കുന്നത്. പക്ഷെ ഇതൊക്കെ വലിയൊരു മാറ്റത്തിന്റെ തുടക്കമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, എന്നിലുള്ള മാറ്റത്തിന്റെ. സോ എന്തായാലും ഞാൻ എന്റേതായിട്ടുള്ള ഒരു സിഗ്നേച്ചർ തീർച്ചയായും ക്രിയേറ്റ് ചെയ്തിരിക്കും എന്നുള്ളത് ഞാൻ ഉറപ്പിച്ചു പറയുന്നു. എനിക്കറിയാം നമ്മുടെ ഈ ഒരു ടീം, പ്രത്യേകിച്ച് ഹിപ്നോ സ്റ്റാർസിനകത്താണെങ്കിലും ഞങ്ങൾ മിക്കവാറും സംസാരിക്കുമ്പോഴും അല്ലെങ്കിൽ എന്റെ ബഡി ജൂബിമോളോട് സംസാരിക്കുമ്പോഴും ഒക്കെ ഞങ്ങൾ ഇത്തരത്തിലുള്ള ഒരു പോസിറ്റീവ് വൈബാണ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. നോ നെഗറ്റീവ്സ്. ഒരു തരത്തിലുള്ള നെഗറ്റീവ് പറയാനും ഞങ്ങൾ ഇതാക്കുന്നില്ല, ഒരു നെഗറ്റീവിന്റെ പുറകെ പോകാനും ഞങ്ങൾക്ക് സമയവും ഇല്ല. എപ്പോഴും നല്ല വൈബ്രന്റ് ആയിട്ട് ചിരിച്ച മുഖത്തോടെ ഞങ്ങൾ എല്ലാവരെയും വെൽക്കം ചെയ്യും. ഈ ഒരു പോസിറ്റിവിറ്റി ഇങ്ങനെ തന്നെ പോകണമെന്നാണ് ആഗ്രഹം. ആദ്യം തന്നെ ഈ ഗ്രൂപ്പ് തുടങ്ങിയപ്പോഴേ ഞങ്ങൾ ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ്, ഇതൊരിക്കലും ഒരു 21 ദിവസത്തെ ജേർണി ആയിരിക്കില്ല. ത്രൂ ഔട്ട് നമ്മുടെ ലൈഫ് എൻഡ് വരെ ഉണ്ടാവുന്ന ഒരു ജേർണി ആയിരിക്കണം ഇത്. സോ ഹഗ്, റിയലി താങ്ക് യു സോ മച്ച്. എത്ര ഇത് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കാം. കാരണം ഇതിനകത്ത് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ടീം ലീഡേഴ്സ് ഉണ്ട്. അവരെല്ലാവരെയും പേരെടുത്ത് ഞാൻ പറഞ്ഞിരിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ, ഹിപ്നോ സ്റ്റാർസ് ആയിക്കോട്ടെ, നമ്മുടെ ഈ ഗ്രൂപ്പ് ടീംസ് ആയിക്കോട്ടെ, എല്ലാവരുടെയും പേരിൽ ഇങ്ങനെ ഒരു കോഴ്സ് ഞങ്ങളുടെ മുന്നിലേക്ക് തെളിച്ചിരിക്കുന്ന ഒരു പാത എന്ന് പറയുന്നത് അതൊരു ബിഗ് ആണ്, അത് ഗ്രേറ്റ് ആണെന്നൊക്കെ പറയാം. അപ്പോൾ ആ ഒരു സന്തോഷം എപ്പോഴും ഉണ്ടാവും. ഞങ്ങൾ ഫസ്റ്റ് ബാച്ച് സ്റ്റുഡൻസ് ആയതുകൊണ്ട് ഞങ്ങളോട് പ്രത്യേക ഒരു സ്നേഹവും വാത്സല്യവും ഒക്കെ ഉണ്ടെന്ന് അറിയാം. ഇതിങ്ങനെ തന്നെ തുടർന്ന് മുന്നോട്ട് പോകണം. നമുക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ ഇതുപോലെ നമുക്ക് വീണ്ടും ചേരാൻ സാധിക്കണം. ഇവിടെ കൊണ്ട് നിന്ന് പോകുന്ന ഒരു ഇതായിരിക്കരുത് എന്നുള്ളതാണ് എനിക്ക് മുന്നോട്ട് വെക്കാനായിട്ടുള്ള ഒരു റിക്വസ്റ്റ്. അത് എന്റെ മാത്രമല്ല കേട്ടോ, ഞങ്ങളുടെ ടീമിന്റെ, നമ്മുടെ ഈ ഒരു ഹിപ്നോ സെൽഫിന്റെ ഫസ്റ്റ് ബാച്ചിന്റെ തന്നെ ഒരു റിക്വസ്റ്റ് ആണത്. സോ നമുക്ക് എല്ലാവർക്കും ഇനി ഒരുമിച്ച് മുന്നോട്ട് ഇതേ തരത്തിൽ ഈ ഒരു കോൺഫിഡൻസോടുകൂടി, ഈ ഒരു മാറ്റങ്ങളോടുകൂടി ഒരു നല്ല ഒരു ഭാവിക്ക് വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും യാത്ര തുടരാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. എനിക്ക് സത്യം പറഞ്ഞാല് ഇവിടെ ഇരിക്കുമ്പോ എനിക്കെന്ത് മാറ്റം എന്നുള്ളതിനെക്കാട്ടിലൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമുണ്ട്. ഞങ്ങളുടെ പ്രമോദിന്റെ മാറ്റം. പ്രമോദിനെ ഭാവിയിൽ നമ്മളെല്ലാവരും പ്രമോദ് സാർ എന്ന് വിളിക്കേണ്ടി വരും. പക്ഷെ എന്നാലും ഇപ്പൊ പറയുന്നത് പ്രമോദേ എന്ന് വിളിച്ചാൽ മതി എന്നാണ്. ഞങ്ങളെല്ലാവരും ചേച്ചിമാരാണ്. ഭയങ്കര സന്തോഷം. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്നും പ്രമോദ് വരും, എക്സ്പീരിയൻസ് ഷെയർ ചെയ്യും. അതാണ് ഞങ്ങളുടെ ഗ്രൂപ്പിന്റെ ഏറ്റവും വലിയൊരു മാറ്റം. പിന്നെ പേഴ്സണലായിട്ട് ഉള്ള മാറ്റങ്ങള് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എനിക്കുണ്ടായ ഏറ്റവും വലിയ മാറ്റം ഒരു കോൺഫിഡൻസ് ലെവല് ഇല്ല എന്ന് ശരിക്കും നിധിയും അനീഷും എനിക്ക് വർഷങ്ങളായിട്ടുള്ള പരിചയമാണ്. രണ്ടായിരത്തി നിധി എന്നോട് ചേച്ചി ഇങ്ങനെ ഒരു കോഴ്സ് ഉണ്ട്, ചേച്ചി ജോയിൻ ചെയ്യുന്നോ എന്ന് ചോദിച്ചത് തലേ ദിവസമാണ്. അപ്പോ അന്ന് ഞാൻ ജസ്റ്റ് നോക്കാം എന്ന് വിചാരിച്ച് ജോയിൻ ചെയ്തതാണ്. പക്ഷെ അതിലുണ്ടായ ഒരു മാറ്റം ശരിക്കും എന്താ പറയാ, അത്രമേൽ വലിയ മാറ്റങ്ങൾ. ഏറ്റവും പ്രധാനമായിട്ട് ആ സെൽഫ് കോൺഫിഡൻസ് എന്നുള്ളത് വളരെയധികം ഇമ്പ്രൂവ് ചെയ്തു. അതൊരു വലിയ മാറ്റമാണ്. പിന്നെ സ്വയം ഒന്ന് സ്നേഹിക്കാൻ തുടങ്ങി നന്നായിട്ട് തന്നെ. തീർത്തും ഇല്ല അങ്ങനെ വേണ്ട, നമ്മുടെ ഒരു സമയത്തിനൊരു വാല്യൂ ഉണ്ടെന്ന് മനസ്സിലാക്കി. നമുക്ക് സ്വയം നമ്മൾ ആരാണ് എന്താണെന്നുള്ള കാര്യത്തിൽ കൂടുതലായിട്ടൊരു മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. അതെനിക്ക് വന്നൊരു വലിയ ചേഞ്ചാണ്. പിന്നെ പറയാനുള്ളത് ഞങ്ങളുടെ ഗ്രൂപ്പിന്റെ കാര്യം. ഗ്രൂപ്പിൽ എല്ലാവരും തന്നെ, തുളസി മാമ എല്ലാവർക്കും അറിയാം, ഞങ്ങൾക്ക് ഇത്രയും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുന്ന ഒരാൾ.
എന്ത് പറഞ്ഞാലും ചിരിച്ചുകൊണ്ട്. ഞങ്ങളുടെ ഗ്രൂപ്പ് മീറ്റിംഗ് ശരി 45 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യും. അത് പിന്നെ 1 മണിക്കൂറാവും, 2 മണിക്കൂറാവും, 2.5 മണിക്കൂർ വരെ നീണ്ടിട്ടുണ്ട് ഞങ്ങളുടെ ഗ്രൂപ്പ് മീറ്റിംഗ്. അപ്പൊ എല്ലാവരും കൂടെ തുളസിമാമൊക്കെ വന്നിട്ട് കുറേ കാര്യങ്ങൾ, നമ്മൾ നെഗറ്റീവ് ഒന്നും ചിന്തിക്കണ്ട, നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ മാറ്റി നിർത്താം. നമുക്ക് എപ്പോഴും പോസിറ്റീവായിട്ട്. തുളസിമാം കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു ഷെയർ ചെയ്ത കാര്യമുണ്ട്. നമ്മൾ മലയാളികളോട് ചോദിച്ചു കഴിഞ്ഞാൽ എന്തുണ്ട് വിശേഷം എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, നമ്മളാരും ഇനിയിപ്പോ അങ്ങനെ പറയണ്ട. ഇന്നിപ്പോ ഞാൻ ഒരു ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് വരിക, അപ്പൊ എല്ലാവരും എന്തുണ്ട് വിശേഷം, സുഖമായിട്ട് പോകുന്നു, സന്തോഷമായിട്ട് പോകുന്നു എന്ന് പറയാൻ ഞാൻ പഠിച്ചു. അത് അങ്ങനെ നമുക്ക് പറയാൻ, നല്ലത് മാത്രം പറയാനായിട്ട്. ആ ഒരു വലിയ മാറ്റം എന്ന് പറയുന്നത്. പിന്നെ എന്റെ ബഡ്ഡി, മായാദേവി ടീച്ചറ്, നസീന മാമ, ഷെറിന മാമ, നമ്മുടെ ബീന മാമ, എല്ലാവരും കൂടെ നല്ല രീതിയിൽ തന്നെ. പിന്നെ ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ് ലീഡറിനെ ഹഗിന്റെ തന്നെ ആളായതുകൊണ്ടും നമുക്ക് എല്ലാവർക്കും വേണ്ടി ഒരു ഗ്രൂപ്പ് മെമ്പർ എല്ലാവർക്കും വേണ്ടിയിട്ട് കൂടുതൽ സമയം ചെലവഴിക്കുന്നതുകൊണ്ടും വിഘ്നേഷിനെ ഞങ്ങൾക്ക് കാര്യമായിട്ട് ഓക്കെ. എങ്കിലും ഞങ്ങളുടെ ഗ്രൂപ്പ് നല്ല രീതിയിൽ തന്നെ മുമ്പോട്ട് പോകുന്നു. ഇനി മുമ്പോട്ടും ഇതേ രീതിയിൽ തന്നെ ഈ ഒരു സൗഹൃദം, കുറച്ചുകൂടെ നല്ല സൗഹൃദം, പോസിറ്റീവ് മാത്രം പറയുന്ന കുറച്ച് കൂട്ടുകാരെ കിട്ടി എന്നുള്ളത് ഏറ്റവും വലിയൊരു സന്തോഷമാണ്. ബാക്കി വിശേഷങ്ങള് പ്രമോദും നസീന മാമും കൂടെ പറയും. കറക്റ്റ് സമയത്ത് തന്നെ തീർക്കണം എന്നുള്ളതാണ്. പിന്നെ അനീഷും നിധിയും, അവരെനിക്ക് എന്റെ അനിയത്തിയും അനിയനും തന്നെയാണ്. അപ്പൊ ഇങ്ങനെ ഒരു ഇതിലേക്ക് വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. അവരോട് നന്ദി പറയാന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം കുടപ്പിറപ്പുകളോട് നന്ദി പറയുന്ന പോലാവും. പിന്നെ മുനീർ സാർ, താങ്ക് യു മുനീർ സാർ, താങ്ക് യു വെരി മച്ച് ഞങ്ങളിലുണ്ടായ മാറ്റത്തിന്. താങ്ക് യു ആൻഡ് താങ്ക് യു ഓൾ. ഗുഡ് ഈവനിങ് ഓൾ. ഞാൻ പല കോഴ്സുകളും ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് ഈ കോഴ്സ് ചെയ്തതിലൂടെ തികച്ചും ഒരു ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള ഒരു കോഴ്സായിരുന്നു. ഇതിന്റെ ആ ഗ്രൂപ്പിന്റെ ആ ഒരു ചേർച്ചയോട് കൂടിയുള്ള ഞാൻ ഈ ഹിപ്നോസിസിന്റെ കോഴ്സ് ഓൺലൈനിൽ ചേർന്നെന്ന് പറഞ്ഞപ്പോൾ എന്റെ കുറെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞു, ഇത് ഓൺലൈനിലൊന്നും ചെയ്താൽ ഇതൊന്നും കറക്റ്റ് ആകത്തില്ല, എന്തിനാ ഇതൊക്കെ പോയി ചെയ്ത്. പക്ഷെ എനിക്ക് ഈ കോഴ്സിൽ ചേർന്നാൽ ഇതിന്റെ കോർഡിനേഷൻ തന്നെ എല്ലാവരും അത് എല്ലാവരും ചേർത്ത് പിടിച്ച് അത് ഒരു ഹിപ്നോസിസ് കോഴ്സ് ഓൺലൈനിൽ എത്ര നല്ല രീതിയിൽ ചെയ്യാമെന്നുള്ളത് നല്ലൊരു ഉദാഹരണമാണ് ഈ കോഴ്സ്. ആ ബഡ്ഡിയുടെ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി. ഇത്രയും കാര്യമായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സ്, നമ്മളൊന്ന് ആര് പുറകോട്ട് പോയാലും എല്ലാരെയും കൂട്ടി നിർത്തുന്ന ആ സ്ട്രക്ചർ, അതിന്റെ കോഴ്സിന്റെ സ്ട്രക്ചറിന് എത്ര നന്ദി പറഞ്ഞാലും മനീഷ് സാറിനും ഇതിന്റെ ടീം ഹഗിന് എത്ര പറഞ്ഞാലും മതിയാകത്തില്ല. അതുപോലെ നമ്മുടെ മുനീർ സാറിന്റെ ആ മാജിക്കൽ വോയിസ് കേട്ടാൽ തന്നെ നമുക്ക് പകുതി ആശ്വാസം കിട്ടും. ഇതൊരു ദൈവാനുഗ്രഹമുള്ള ഒരു കോഴ്സ് തന്നെയാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ഷോണിമാമിന്റെയും അമ്പിളിമാമിന്റെയും ഒക്കെ ആ ട്രാൻസ്ഫോർമേഷൻ കേട്ടിട്ട് എന്റെ കണ്ണ് നിറഞ്ഞുപോയി. അതുപോലെ എല്ലാവർക്കും ഒരുപാട് ചേഞ്ചസ് ഉണ്ടാക്കാൻ പറ്റിയെന്ന് വെച്ചാൽ പല പഠനങ്ങൾ എല്ലാവരും ചെയ്യുന്നതാണ്. പക്ഷെ ഇത് നമ്മുടെ ജീവിതത്തിൽ എന്തും മാറ്റം വരുത്താൻ എല്ലാവർക്കും പറ്റും. നമുക്ക് സ്വന്തമായിട്ട് ഒരു ധൈര്യം ഉണ്ടായി. ഇപ്പൊ എല്ലാം നമ്മുടെ എന്ത് ചേഞ്ച് നമുക്ക് വരുത്താൻ പറ്റുമെന്നുള്ളത് മുനീർ സാറിന്റെയും അനീഷ് സാറിന്റെയും ഒക്കെ ഹെൽപ്പോടെ പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ എന്ത് ഡൗട്ട്, നമ്മൾ എന്തെങ്കിലും ഒരു ഡൗട്ട് ഗ്രൂപ്പിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ അതിനുള്ള മറുപടി അവിടെ കിട്ടിക്കഴിഞ്ഞു. നമുക്ക് ഒട്ടും വെയിറ്റ് ചെയ്യേണ്ട വരത്തില്ല. ആരെങ്കിലും വന്ന് അതിന്റെ കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ എത്ര മടി പിടിച്ച് ഒരുപാട് തിരക്കില്ല. എനിക്ക് കുറെ അസൈൻമെന്റ്സ് ഒക്കെ എഴുതാനുണ്ടായി. അതിന്റെ ഇടയ്ക്കായാലും ഇതിനെ മാറ്റി വെക്കാൻ പറ്റത്തില്ല. ഇതിന് പിന്നെ ഫസ്റ്റും സെക്കൻഡും ഒക്കെ കിട്ടണ്ടേ, അല്ലെ ഗ്രൂപ്പിൽ കിട്ടണ്ടേ, അല്ലെ എളുപ്പം വന്ന് ഇൻവോൾവ് ചെയ്യാൻ നോക്കും, എല്ലാരെയും സപ്പോർട്ട് ചെയ്ത് കൂടെ നിർത്താൻ നോക്കും. അങ്ങനെയൊക്കെ നമ്മുടെ പ്രമോദ് സാറിന്ന് വിളിക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാലും നമ്മുടെ പ്രമോദ് കുറച്ച് ഇതായിട്ട് ഇരിക്കുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ഓടിപ്പോയി വീഡിയോ ചെയ്ത്, എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോ തന്നെ വന്ന് വീഡിയോ ഒക്കെ റെഡിയാക്കി കഴിഞ്ഞാണ്. ഭയങ്കരമായിട്ട് സന്തോഷമുണ്ടായി. നമുക്ക് ഭാവിയിലൊരു കളക്ടറൊക്കെ ആകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ സമയമില്ലല്ലോ, എല്ലാവരും നമ്മുടെ കോഴ്സിനെ പറ്റി നല്ല കാര്യങ്ങൾ പറഞ്ഞ് ഈ കോഴ്സിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം. താങ്ക് യു ഓൾ. താങ്ക് യു ടീം ഹഗ്. താങ്ക് യു സർ. എൻ്റെ പ്രമോദാണ്. ഞാൻ ഈ കോഴ്സ് തന്നെ ജോയിൻ ചെയ്യാൻ കാരണം എൻ്റെ പ്രിപ്പറേഷൻ UPSC പ്രിപ്പറേഷന് ഭാഗമായിട്ടാണ്. അപ്പോൾ ഞാൻ ഈ കോഴ്സിന് ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ഒരു 5 മാസമായി ഭയങ്കര ടെൻഷനാണ് എൻ്റെ പ്രിപ്പറേഷനെ കുറിച്ച്. അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഭയങ്കര ടെൻഷനാണ്. UPSC എന്ന് പറയുമ്പോൾ തന്നെ കുറച്ച് സ്ട്രഗിളാണ്, നല്ല സ്ട്രഗിളാണ്. അപ്പോൾ അങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോഴാണ് ഞാൻ അനീഷ് സാറിൻ്റെ യൂട്യൂബിലൊരു ഫോളോവറാണ്. അപ്പോൾ സ്ക്രോൾ ചെയ്യുമ്പോൾ സാറിനൊരു മെസ്സേജ് അയച്ചാലോ ഇങ്ങനെ ആലോചിച്ചു. അങ്ങനെ ഒരു മെയിൽ അയച്ചു. സാർ അപ്പോൾ തന്നെ റെസ്പോണ്ട് ചെയ്തു. ആയിട്ട് എനിക്ക് കുറേ ക്വസ്റ്റ്യൻ ഉത്തരം കിട്ടാത്തത് ഈ 21 ഡേയ്സിനുള്ളിൽ എനിക്ക് കിട്ടി. അപ്പോൾ അത് ഞാൻ ഏകദേശം സാറ്റിസ്ഫൈഡ് ആയി.
പിന്നെ ഓവറോൾ എനിക്ക് ഒരു മാറ്റം എനിക്ക് ഫീൽ ചെയ്യും. ഞാൻ ചിലയിടയ്ക്ക് ഞാൻ നെഗറ്റിവിറ്റി ചിന്തിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ ഇടയിൽ ഇതെന്താ ഇങ്ങനെ നെഗറ്റിവിറ്റി വരാത്തത് എന്താന്ന് ചിന്തിക്കാറുണ്ട്. അപ്പോൾ എല്ലാം നോക്കുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഈ കാര്യത്തിൽ. ദെൻ എൻ്റെ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ പറ്റി. ചില സമയത്ത് പഠിക്കുന്ന സമയത്ത് എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ ടെൻഷൻ ഞാൻ പുറത്തു പോകും. രാത്രി ഉറങ്ങുന്ന സമയത്ത് ഇന്നൊന്നും പഠിച്ചില്ലല്ലോ, അതിന് പുറകെ ടെൻഷൻ അടിക്കും. ബട്ട് ഇപ്പോൾ പ്രസന്റ് എന്ന് പറയുമ്പോൾ പഠിക്കുന്ന സമയത്ത് മനുഷ്യ സാറിൻ്റെ ഓഡിയോ ഒന്ന് കേൾക്കും, അപ്പോൾ ഒന്ന് റിലാക്സ് ആവും. പ്രൊഡക്ടിവിറ്റി എനിക്ക് കൂട്ടാൻ പറ്റും നല്ല രീതിയിൽ. ദെൻ നമ്മുടെ ഗ്രൂപ്പ് ഒരു രക്ഷയില്ല. ആ ഗ്രൂപ്പ് ഭയങ്കര ഹാപ്പിയാണ്. ആ ഗ്രൂപ്പിൽ എല്ലാവരും നല്ല രീതിയിൽ നല്ലോണം സംസാരിക്കുന്നുണ്ട്. ഏത് രീതിയിൽ പഠിക്കണം അങ്ങനെ കുറേ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നു. പിന്നെ തുളസി മാം ഞാൻ മറന്നാലും തുളസി മാം പ്രമോദ് സാർ എന്ത് പറ്റി ശരിയായ കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും എന്നെ അന്വേഷിക്കും. അപ്പോൾ ഓവറോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഈ കാര്യത്തിൽ. ഫസ്റ്റ് ഡേ ഞാൻ ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ അനീഷ് സാറിനോട് പറഞ്ഞു, സാർ എനിക്ക് പറ്റുന്നില്ല, എനിക്ക് അറിയുന്ന ആരും അവിടെ ഇല്ല, എനിക്ക് ഭയങ്കര വിഷമം വരുവാന്നൊക്കെ ഞാൻ പോയി സാറിനോട് പറഞ്ഞു. അതിന്റെ പിറ്റേന്ന് ഞാൻ ഐബി ചേച്ചിനെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു എനിക്ക് അവിടെ ആരെ അറിയില്ല, എനിക്ക് ഒട്ടും പറ്റുന്നില്ല എന്നൊക്കെ ഞാൻ വിഷമം പറഞ്ഞു. അപ്പൊ എന്നോട് രണ്ടുപേരും പറഞ്ഞു ഏജ് ഒന്നും ഒരു കാര്യമല്ല, പറ്റും, എന്നെ കൊണ്ട് പറ്റുമെന്ന് അവരെന്നെ മോട്ടീവ് ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ വന്നു. പക്ഷെ എനിക്ക് ആദ്യത്തെ കുറച്ച് ദിവസങ്ങളൊക്കെ സാധാരണ രീതി തന്നെയായിരുന്നു, വരുന്നു പോന്നു ആ ഒരു രീതി തന്നെ. പക്ഷെ ഓട്ടോമാറ്റിക് ആയിട്ട് എന്റെ ഉള്ളിൽ ചേഞ്ച് വരാൻ തുടങ്ങി. എനിക്ക് എന്തൊരു ചെയ്യാൻ തുടങ്ങിയാലും ഭയങ്കര കൺഫ്യൂഷൻ, ഇങ്ങനെ ചെയ്യണോ, ഇത് ചേർന്നപ്പോഴാണെങ്കിൽ പോലും എനിക്ക് ഭയങ്കര കൺഫ്യൂഷനാണ്. കാരണം ഞാൻ ഇതിന് ചേരാനുള്ള കാരണം നമ്മുടെ അനീഷ് സാറാണ്. ഞാൻ ഗ്രേസ് കെയറില് ഫസ്റ്റ് ഇന്റേൺഷിപ്പിന് വന്നു. അപ്പം അവിടെ സാറിന്റെ ഒരു ക്ലാസ് കണ്ട് അവിടെയാണ് ഞാൻ സാറിനെ ആദ്യം മീറ്റ് ചെയ്യുന്നത്. അന്ന് ഞാൻ സാറിനോട് പറഞ്ഞു, സാർ ഞാൻ MSW പഠിക്കുന്ന സ്റ്റുഡന്റ്, അപ്പൊ എനിക്ക് ഈ നാട്ടിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ സർവീസ് ചെയ്യണം. അപ്പൊ സാറ് പറഞ്ഞു എനിക്ക് അതിനൊരു യുണീക്നെസ് ഉണ്ട്, അത് വെച്ച് ഈ നാട്ടിൽ സർവീസ് ചെയ്യാമെന്ന്. അപ്പോഴും എനിക്ക് ഭയങ്കര ഡൗട്ടാണ്, എന്നാ ചെയ്യണ്ടേ, എങ്ങനെയാ ചെയ്യണ്ടേ. എന്റെ മെയിൻ പ്രശ്നം അത് തന്നെയായിരുന്നു, എന്നാ ചെയ്യാൻ തുടങ്ങിയാൽ ഭയങ്കര ഡൗട്ട്. അങ്ങനെ വന്നപ്പോ ഞാൻ ഇതിന് ചേർന്നു. പക്ഷെ ഇന്ന് എനിക്ക് ഇവിടെ നിന്ന് സംസാരിക്കുമ്പം ഭയങ്കര കോൺഫിഡൻസ് ഉണ്ട്, എന്നെ കൊണ്ട് പറ്റും എന്നുള്ള ഒരു ധൈര്യമായി എനിക്ക്. അതെനിക്ക് തന്നത് സെൽഫ് ഹിപ്നോട്ടിസം തന്നെയാണ്. കാരണം അന്ന് നിൽക്കുന്നത് ഗ്രേസ് കെയറിലോട്ടാണ്. അപ്പം എനിക്ക് എന്റെ വീട്ടുകാരെ മിസ് ചെയ്യുമ്പം അവരെ മാത്യു സാറിനെ റീന മിസ്സിനെയും കാണുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. ഇന്ന് റീന മിസ്സിനെ കണ്ടപ്പം എനിക്ക് അത് ഒരുപാട് സന്തോഷമായി. പിന്നെ പറയുമ്പം എന്റെ ഏറ്റവും വലിയൊരു മടിയായിരുന്നു പുസ്തകം വായിക്കുന്നത്. അത് ഞാൻ എന്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തു. കാരണം ഞാൻ ഡിഗ്രിക്ക് ശരിക്കും വഴക്ക് കേട്ട ഒരു കേസായിരുന്നു. എന്റെ റിസർച്ച് വന്നപ്പോ എന്നും വഴക്ക് കേട്ടു. കാരണം ഞാൻ ബുക്ക് വായിക്കില്ല, അത്രയ്ക്ക് മടി പിടിച്ചിരുന്നു. ഞാൻ ഇപ്പൊ ഡെയിലി എങ്ങനെ പോലെ 1.5 മണിക്കൂർ ബുക്ക് വായിക്കും. കാരണം എനിക്ക് മടി തോന്നിയ അപ്പൊ ഞാൻ മുനീർ സാറിന്റെ ഓഡിയോ കേൾക്കും. അപ്പൊ എനിക്ക് ഭയങ്കര പോസിറ്റിവിറ്റി തോന്നും. അപ്പൊ തന്നെ ഞാൻ ഒരു ബുക്ക് വായിക്കുന്നുണ്ട്. അത് എന്റെ ലൈഫിൽ കൊണ്ടുവന്ന ഏറ്റവും വലിയൊരു ചേഞ്ച് ആണ്. പിന്നെ ഞാൻ എങ്ങും ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്തിട്ടില്ല, എപ്പോഴും പേരൻസിന്റെ കൂടെ ട്രാവൽ ചെയ്യുന്ന ഒരാളാ. പക്ഷെ ഞാൻ ഇതിൽ വന്നു കഴിഞ്ഞ് എനിക്ക് സ്വയം ചെയ്യാൻ പറ്റുമെന്ന് വന്നപ്പം ഞാൻ ഒറ്റയ്ക്ക് ഒരു ലോങ് ജേർണി തന്നെ നടത്തിയിട്ടുണ്ട്. ഒരു രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഒരു ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്ത് അതെനിക്ക് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതൊക്കെ എനിക്ക് ഒത്തിരി കോൺഫിഡൻസ് വന്നു. ഇപ്പം എനിക്ക് പറ്റും, എനിക്ക് അങ്ങനെ ഒരു ഡൗട്ട് ഇല്ല ഇപ്പൊ എന്ത് ചെയ്യുന്നതിലും. ഞാൻ ഇപ്പൊ ഭയങ്കര ഹാപ്പിയാണ്. കാരണം എന്ത് കാര്യം ചെയ്യാം എന്നെ കൊണ്ട് പറ്റും, എനിക്ക് ഡൗട്ട് ഫീൽ ചെയ്യുന്നില്ല അവിടെ. അത് എന്റെ ലൈഫിൽ ഏറ്റവും വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഇതിനെ ഹെൽപ്പ് ചെയ്തതും കാണാൻ സാധിക്കാൻ പറ്റിയതും അനീഷ് സാറിനോടാണ് ഞാൻ ആദ്യം താങ്ക്ഫുൾ ആയിട്ടുള്ളത്. പിന്നെ മുനീർ സാറിന്റെ ഓഡിയോ അടിപൊളിയാണ്. എന്നെ പറഞ്ഞാലും നമുക്ക് ഇത്ര മൈൻഡ് വിഷമിച്ചിരുന്നാൽ കേട്ട് കഴിഞ്ഞ് നമ്മൾ ഓക്കെ ആവും. ഒക്കെ പോസിറ്റീവ് ആയിട്ടുള്ള സംഭവം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സാറിന്റെ ഓഡിയോ. പിന്നെ എന്റെ ബഡ്ഡി ചിപ്പി ചേച്ചി, എന്റെ മടിയൊക്കെ ആണെങ്കിലും ചേച്ചി വിളിച്ചിട്ട് മാറ്റണം, ഇങ്ങനെ ടൈം ടേബിൾ ചെയ്യണം, അങ്ങനെ വിളിച്ച് എന്നെ നല്ല രീതിയിൽ ഗൈഡ് ചെയ്തു. പിന്നെ ഞങ്ങളുടെ ഹിപ്നോ സ്റ്റാർസ്, ആ ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞങ്ങൾക്ക് ഒരു ഫാമിലി പോലെയാണ്. ആദ്യം വന്നപ്പം ഭയങ്കര ഫോർമൽ ആയിട്ട് സാർ മാഡം എന്നൊക്കെ ആയിരുന്നു ഞങ്ങൾ തുടങ്ങിയത്. അപ്പൊ ഞങ്ങൾ ഒരു ഫാമിലിയിൽ എങ്ങനെയാണോ സംസാരിക്കുന്നത് അതുപോലെ തന്നെ വിളിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ടും സംസാരിച്ച് ചിരിയും കളി ഭയങ്കര ഹാപ്പി ആയിട്ടാണ്. അപ്പം ഇതിൽ വന്നപ്പോ ആദ്യം വിഷമിച്ച് ഞാൻ ഇന്ന് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് നിൽക്കുന്നത്. ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഒരുക്കിയ ഹഗ് ഇന്റർനാഷണലിനോട് തന്നെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം തോന്നുന്നത്. ഒരുപാട് നന്ദി എല്ലാവരോടും. നല്ലൊരു മൊമെന്റ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനെ ഒരു മൊമെന്റില് ഒത്തുചേരാൻ ആദ്യം നന്ദി പറയുന്നത് അനീത് സാറിനോടും മുനീർ സാറിനോടുമാണ്. നമ്മള് ആദ്യം എന്റെ മനസ്സിൽ ഹിപ്നോസിസ് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം എന്റെ മനസ്സിലുണ്ടായിരുന്ന ഉള്ളടക്ക സിനിമയിലെ മോഹൻലാല് കുഞ്ചനെ നോക്കുമ്പോ എല്ലാം പറഞ്ഞു കൊടുക്കുന്നതും അതേ കണക്ക് കൊച്ചിൻ അനീഫ നമ്മുടെ
കൽപ്പന ചേച്ചി ഹിപ്നോസിസ്. ഇതാണ് എന്റെ മനസ്സിൽ ഹിപ്നോസിസിനെ പറ്റി എന്റെ ഒരു മനസ്സിൽ ആദ്യം ഉണ്ടായിരുന്ന ഒരു കാഴ്ചപ്പാട്. പിന്നെ സ്റ്റേജുകളിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കുന്നു, അവരുടെ മനസ്സിലുള്ളത് ചോദിച്ചെടുക്കുന്നു. ഹിപ്നോസിസിന് ഇങ്ങനെ അനന്തമായ വേറൊരു സാധ്യത ഉണ്ടെന്ന് ഇവിടെ വന്നതിന് ശേഷമാണ് എന്റെ മനസ്സിൽ അതൊരു മാജിക് മാതിരിയായിരുന്നു തോന്നിക്കൊണ്ടിരുന്നത്. സ്റ്റേജ് പെർഫോമൻസ് അങ്ങനെ ഒരു സംഭവമായിരുന്നു. പക്ഷെ ഇത് വ്യത്യസ്തമായ ഒരു 21 ദിവസത്തെ കൂട്ടായ്മയിൽ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് പോയി. അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങളുടെ ഗ്രൂപ്പിൽ നിന്ന് 3 പേർക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയില്ല. ഞങ്ങൾക്ക് ബഡ്ഡീസിന്റെ ഒരു കുറവൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അത് ലാസ്റ്റ് സോർട്ട് ഔട്ട് ചെയ്തു. ഞങ്ങൾ ഒരുമിച്ച് സുമോദ് സാറും ജോസഫ് സാറ്, രേഷ്മ, പിന്നെ നമ്മുടെ സോജി മാം, പിന്നെ ഞാൻ ഉൾപ്പെടെ ഞങ്ങൾ 3-4 പേരും ഇപ്പം അങ്ങനെ ഞങ്ങൾ 5 പേരും ഇപ്പം അങ്ങനെ ഒരു കൂട്ടായ്മയിൽ ഞങ്ങൾ മുന്നോട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം പറഞ്ഞ കണക്ക് ജോസഫ് സാറ് ഞങ്ങളെ നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്ത് ഞാൻ സംസാരിക്കണോ സാറ്, എല്ലാ തവണയും ഞാൻ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതല്ലേ, ഇപ്രാവശ്യം വേറെ ആരെങ്കിലും ഒന്ന് ഷെയർ ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ജോസഫ് സാർ പറഞ്ഞു ഇല്ല നിഷ ആദ്യം പോയി ഷെയർ ചെയ്യും, അത് കഴിഞ്ഞിട്ട് ഞാൻ വന്ന് ഷെയർ ചെയ്തോളാം. അങ്ങനെ ഓരോരുത്തരെയും തെള്ളിയൊക്കെ വിടാനായിട്ട് മാറിയിരിക്കുകയാണ്. സാറും പുറകിന് വന്നോടും കാര്യങ്ങളൊക്കെ പറഞ്ഞ്. അപ്പൊ പിന്നെ എന്നിലുണ്ടായ മാറ്റം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ വീഡിയോ ചെയ്ത് മൊത്തം ഇമോഷണൽ ആയി. പക്ഷേ പറഞ്ഞ കണക്ക് എന്നിലുണ്ടായ മാറ്റം എന്ന് പറഞ്ഞാൽ നമ്മള് ആരെങ്കിലും ഒക്കെ ഒന്ന് പുഷ് ചെയ്യാൻ വേണം ജീവിതത്തിൽ. അങ്ങനെ പുഷ് ചെയ്ത് നിന്നെ കൊണ്ട് പറ്റൂ അല്ലെങ്കിൽ നിന്നെ കൊണ്ടേ പറ്റൂ എന്ന് പറഞ്ഞ് ഓരോ കാര്യങ്ങൾ ചെയ്യിക്കുക. നമുക്കിവിടെ ഈ 30 പേരെയും പ്രൊമോട്ട് ചെയ്ത് അല്ലെങ്കിൽ മോട്ടിവേറ്റ് ചെയ്ത് ഇൻസ്പയർ ചെയ്ത് നമ്മൾ ഓരോരുത്തരെ ഓരോന്ന് ചെയ്യിപ്പിക്കുന്നത്. പിന്നെ രേഷ്മ ആയാലും രാത്രി ഒരു 12 മണി വരെ ഞങ്ങൾ ചാറ്റ് ചെയ്യും. ഞങ്ങൾ പറയാനുള്ളതെല്ലാം പറഞ്ഞിട്ട് ടു ഡു ലിസ്റ്റ് വരെ ഇട്ടിട്ടാണ് ഞങ്ങൾ കിടന്ന് ഉറങ്ങുന്നത്. അപ്പം എന്റെ മാറ്റം എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു വന്നില്ല. അപ്പൊ ഞാൻ ചെയ്യാൻ തുടങ്ങി. ഞാൻ പുറമേ മാറി നിൽക്കുന്ന ഒരു കൂട്ടത്തിലാണ്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഞാൻ മാറുമായിരുന്നു. ഇപ്പം എന്നിൽ ഒരു ക്യാരക്ടർ ചേഞ്ച്, ഒരു ബിഹേവിയർ ചേഞ്ച് എനിക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. മെയിൻലി വിത്ത് കോൺഫിഡൻസിനെ ഉയർത്താൻ പറ്റിയിട്ടുണ്ട്. പിന്നെ സെൽഫ് അവയർനെസ്, അതാണ് ഏറ്റവും കൂടുതൽ. പിന്നെ സാറിന്റെ വീഡിയോയില് നമുക്കൊരു ടൈം ഹീലിംഗ് ആ ഒരു വീഡിയോ, സത്യം പറഞ്ഞ ആ വീഡിയോ കേട്ടിട്ട് ഞങ്ങൾ കരഞ്ഞു എന്നുള്ളതാണ്. അത് രേഷ്മ പിന്നാണ് പറയുന്നത്. ഞാനത് രേഷ്മ കേട്ടതിന് ശേഷം രേഷ്മ പറഞ്ഞു, അപ്പൊ ഞാനും പറഞ്ഞു എനിക്ക് ഇത് കണക്ക് കരച്ചിൽ വന്നു. ഞങ്ങള് ടാറ്റ പറഞ്ഞ് ഞങ്ങളെ തന്നെ കുറിച്ച് ഞങ്ങളുടെ ആ ഒരു ചെറുപ്പമായ അല്ലെങ്കിൽ അതൊന്ന് കണ്ടിട്ട് ടാറ്റ പറയുന്ന മൊമെന്റിൽ ഞങ്ങൾക്ക് കണ്ണീര് വന്നു എന്നുള്ളതാണ്. സാർ യുവർ വോയിസ് ഈസ് അമേസിങ്. പിന്നെ അനീസ് സാർ പറയാതിരിക്കാൻ വയ്യ, സാർ ഇൻസ്പിറേഷൻ ആണ്. സാറിന്റെ ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഇൻസ്പിറേഷൻ അല്ല. അപ്പം അത് ഞങ്ങൾക്ക് ഇനിയും കണ്ടിന്യൂ ചെയ്ത് പോകണം. ഞങ്ങൾക്ക് ആ ഇൻസ്പിറേഷനും ഞങ്ങൾക്ക് അദ്ദേഹത്തെ ഞങ്ങളെ പുഷപ്പ് ചെയ്യാൻ നിങ്ങൾ 2 പേരും ഉണ്ടായിരിക്കണം. ഞങ്ങൾ ഈ 30 പേരും ഒരുമിച്ച് ഉണ്ടാവും. നമുക്ക് ഇനിയും ഇത് മുന്നോട്ട് തന്നെ ജൈത്രയാത്രയായിട്ട് തുടങ്ങാം. അങ്ങനെ പോണം എന്ന് തന്നെയാണ് ആഗ്രഹവും. അപ്പൊ ഹഗ്ഗിന് എന്റെ എല്ലാ വിഷസും ഈ 30 പേർക്കും എന്റെ എല്ലാ ആശംസകളും അറിയിക്കുന്നു. ഞാൻ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ കൗൺസിലിംഗ് കോഴ്സിന്റെ ഒരു ഫൈനൽ സെഷനിൽ ഇരിക്കുമ്പോഴാണ് ആദ്യമായിട്ടും അനീഷ് സാറിനെ കാണുന്നത്. ഞാൻ കാണാൻ ഒത്തിരി ആഗ്രഹിച്ചിരുന്നു. സാറിനെ കണ്ടു. സാർ അന്ന് ഈ ഫൈനൽ പിന്നെ ഞങ്ങളുടെ ആ സെഷൻ, ഈ ഓണാഘോഷത്തിന്റെ ഫൈനൽ സമയത്ത് സാർ വന്ന് ഒരു ഗെയിംസ് ഒക്കെ നടത്തി. അതിനുശേഷം സാർ പറഞ്ഞു നിങ്ങളെല്ലാം ഡാൻസ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഡാൻസ് ചെയ്യാൻ പിള്ളേരെല്ലാം ഡാൻസ് ചെയ്യണം. സാർ അന്നേരം എടുത്തിട്ട പാട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഒരു മധുരക്കിന. അത് ആ റെക്കോർഡ് ആദ്യം സാർ പാടുകയൊക്കെ ചെയ്തു. പിന്നെ കഴിഞ്ഞാൽ അത് ഒറിജിനൽ റെക്കോർഡ് ഇട്ടു. വളരെ ഫാസ്റ്റായിട്ട് ഞാനും മധു സാറും ജീവിതത്തിൽ ഞങ്ങൾ ഡാൻസ് ചെയ്തിട്ടില്ലാതെ ഞങ്ങളെ ഡാൻസ് ചെയ്യിച്ചു. ശരിക്കും പറഞ്ഞാൽ ദാറ്റ് വാസ് മൈ ഹിപ്നോട്ടിക് എക്സ്പീരിയൻസ് വിത്ത് അനീഷ് സാർ ഫോർ ദ ഫസ്റ്റ് ടൈം. ശരിക്കും അതിനൊരു ഹിപ്നോട്ടിക് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് പിന്നീട് ഈ ഹഗ്ഗിന്റെ പിന്നീട് പല തവണ കണ്ടു. പിന്നീട് ഈ ഇതിലേക്ക് വന്നപ്പോഴും സാർ പറയുന്നത് വെച്ചാൽ നിങ്ങളുടെ ഡിസ്ട്രാക്ഷൻസ് നിങ്ങളെ തകർക്കും. അത് സാർ പറയുമ്പോൾ ഇത് മാറ്റാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ അസോസിയേറ്റ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് ഞാൻ പിന്നീട് കാണുന്നത് നമ്മുടെ മുനീർ സാറിനെയാണ്. മുനീർ സാറിന്റെ വോയിസിനെ കുറിച്ചാണ് എല്ലാവരും പറഞ്ഞത്. പക്ഷെ എനിക്ക് ഫീൽ ചെയ്ത വേറൊരു കാരണം വെച്ചാൽ ഹിസ് ഫേസ് ഈസ് ഹ്യൂമെയിൻ, അഫെക്ഷനേറ്റ് ഫേസ് ആണ് സാറിന്റെ. അപ്പം ആ അഫെക്ഷനേറ്റ് ഫേസ് ഉള്ള ആർക്കും ഒരു ഹീലിംഗ് ടച്ച് കൊടുക്കാൻ പറ്റും. ഞാനും ഏതോ ഒരു സെഷനിൽ നിന്നപ്പോൾ ഞാനും അൻവർ ഷാ സാറാണോ അതോ നിഷാമയാണോ എനിക്ക് അറിയില്ല, ഞങ്ങളെ 2 പേരെ അന്ന് സാർ ഒരു ഹീലിംഗ്
പ്രോസസ്സിൽ കൊണ്ടുപോയി. എനിക്കത് ശക്തമായിട്ട് ഫീൽ ചെയ്തു. എനിക്കത് ഓപ്പണായിട്ട് സോഷ്യൽ സർക്കംസ്റ്റൻസ് പറയാൻ പറ്റില്ല. ഒരു ഫിയേഴ്സ് പേഴ്സണാലിറ്റി ആയിട്ട് ഇന്ന് ഞാൻ എൻകൗണ്ടർ ചെയ്യണമായിരുന്നു. അത് സാർ അന്ന് അത് എടുത്തു കളഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ കഴിഞ്ഞ് ഞാൻ ആ വ്യക്തിയെ കാണുമ്പോൾ എനിക്ക് വളരെ കൂളായിട്ട് അനുഭവപ്പെടുന്നു. ഈസ് എ നോർമൽ പേഴ്സൺ. അപ്പൊ ഭയങ്കര ഒരു ഹീലിംഗ് വന്നു. ബാക്കിയെല്ലാം ഞാൻ എൻ്റെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഗ്രൂപ്പ് നിഷ മാം, സുമോദ് സാറ്, രേഷ്മ മാം, സോജീപൻ മാം, ഞങ്ങൾ വളരെ മ്യൂച്വൽ സപ്പോർട്ടിംഗ് ആയിട്ട് ഷെയർ ചെയ്യാറുണ്ട്. ദാറ്റ്സ് ഓൾ. ടൈം ലേറ്റ് ആയി. അപ്പം എനിക്ക് എൻ്റെ സ്നേഹവും സന്തോഷവും അനീഷ് സാറിനെയും മുനീർ സാറിനെയും എല്ലാവരെയും അറിയിക്കുന്നു. താങ്ക് യു വെരി മച്ച്. പല കാര്യങ്ങളെ കുറിച്ച് അവെയറായി. ഈ യാത്രയുടെ ഇടയിൽ നമുക്ക് പല കാര്യങ്ങളെ കുറിച്ച് അവെയറായി. പല കാര്യങ്ങളിലും നമുക്ക് വേണ്ട ചേഞ്ചസിനെ കുറിച്ച് അവെയറായി. അപ്പോൾ ഇടയ്ക്കൊരു സ്റ്റോപ്പ് എടുത്തിട്ട് അങ്ങനെ ചെയ്യാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടായി. രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തത്, നമ്മൾക്ക് കുറെ ഇഷ്യൂസ് തുടക്കമുണ്ടെങ്കിലും അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ നല്ലൊരു ടീമായിരുന്നു. ആക്ച്വലി നിഷ മാം നമുക്ക് കംപ്ലീറ്റ്ലി 100% ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളായിരുന്നു. 100% അത് കണ്ടിരുന്നു. രേഷ്മ മാം ആണെങ്കിലും സോജി മാം ആണെങ്കിലും ഒരുപാട് ഇത് ചെയ്തു. ജോസഫ് സാറ് വളരെ എന്താ പറയുക, ഒരുപാട് അനുഭവങ്ങളും ഇതുപോലെയുള്ളൊരു ഒരു വെറ്ററൻ സപ്പോർട്ടായിരുന്നു ഞങ്ങൾക്ക് എല്ലാ സമയത്തും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇതിൽ നിന്ന് തീരുമാനിച്ചു ഇനി മുന്നോട്ടുള്ള യാത്രയിൽ എന്തായാലും ഇതിന്റെ ഒരു എക്സ്പെർട്ടൈസ് ഡെവലപ്പ് ചെയ്തിട്ട് ഞങ്ങൾ പോവുള്ളൂ എന്നുള്ള തീരുമാനം എടുത്തു. അതിപ്പോ ചെയ്തു തുടങ്ങി. ആക്ച്വലി 2 days ആയി ഞങ്ങളത് സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോ എല്ലാത്തിനും മുനീർ സാറിനും അനീസ് സാറിനും പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് തോന്നിയത്, പലപ്പോഴും നമ്മുടെ ഹിപ്നോ സർക്കിളിൽ കഴിയുമ്പോഴത്തേക്കും പലപ്പോഴും ചാർജ്ഡ് ആയിട്ട് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിരുന്നു. ഒരു സർക്കിളിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല. ബാക്കിയുള്ളതിലൊക്കെ തന്നെ വളരെയധികം അത് കഴിയുമ്പോഴത്തേക്കും ഒരുപാട് പേരുടെ ഒരുപാട് പോസിറ്റിവിറ്റി ഇതിലേക്ക് വന്നു വീഴുന്നുണ്ട്. ഈവൻ ദോ വി ആർ ഫാർ, ആ പോസിറ്റിവിറ്റി നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും സൗണ്ടിലൂടെ. അപ്പൊ അത് ഒരുപാട് ഇൻസ്പയർ ചെയ്തു, ഒരുപാട് നമ്മളെ കൊണ്ട് ഇതില് വർക്ക് ചെയ്യാനായിട്ട് മോട്ടിവേറ്റ് ചെയ്തു. പിന്നെ സാറിന്റെ സൗണ്ട് സൂപ്പർബാണ്. റിയലി എന്താ പറയാ, സൗണ്ടിന്റെ സാധ്യതകൾ ഇത്രയും മനോഹരമായിട്ട് ഉപയോഗിക്കാമെന്നുള്ളത് സാർ പഠിപ്പിച്ചു തന്നു. ഇതാണ് എൻ്റെ ഒരു കൺക്ലൂഷൻ. താങ്ക് യു.